എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ദശമഹാദേവികളിൽ രണ്ടാമത്തെ ശക്തിയാണ് ശ്രീ താരാദേവി. സർവ്വസിദ്ധികളുണ്ടാകാൻ കഴിവുള്ള താരാദേവി രാവണനെ വധിക്കാൻ ശ്രീരാമൻ്റെ ശക്തിയായി വിളങ്ങിയവളാണ്. താരാദേവിയെ വണങ്ങുന്നവർ ജീവൻ മുക്തരായി വിളങ്ങുന്നു. അനസ്യൂതം അക്ഷരജ്ഞാനം അവനിൽ എല്ലാ രംഗത്തും എത്തുന്നു. ഇവർ പ്രാവീണ്യമുള്ളവരായിരിക്കും. സഭകളിലും വിവാദങ്ങളിലും എന്നു വേണ്ട സർവ്വകാര്യങ്ങളിലും ഇവർ വിജയം നേടും. ഉഗ്രവിപത്തുകളിൽ നിന്ന് ഭക്തരെ രക്ഷിക്കയാൽ ഇവളെ ഉഗ്രതാര എന്നും ആരാധിക്കുന്നു. ഇവൾ ഭക്തരെ കാത്തുരക്ഷിക്കുന്നതിൽ കാളരാത്രി, അതായത് പ്രളയകാലത്ത് 4 സമുദ്രങ്ങളും ക്ഷോഭിച്ച് ഉയരുമ്പോൾ ദേവന്മാരെ രക്ഷിക്കാനായി പിറവികൊണ്ട ദേവി. തന്ത്രശാസ്ത്രത്തിൽ 11 രാത്രികളെക്കുറിച്ച് പറയുന്നുണ്ട്. കാളരാത്രി, വീരരാത്രി, മോഹരാത്രി, മഹാരാത്രി, ക്രോധരാത്രി, ഘോരരാത്രി, താരാരാത്രി, അപലാരാത്രി, തരുണരാത്രി, ശിവരാത്രി, ദിവ്യരാത്രി എന്നിവയാണ്. ജൈനർ താരാദേവിയെ പ്രഭാവതി അല്ലെങ്കിൽ പത്മാവതി എന്നും, ബുദ്ധമതക്കാർ താര എന്നും, ചൈനക്കാർ മഹോഗ്ര എന്നും ദേവിയെ ആരാധിക്കുന്നു. വസിഷ്ഠൻ തുടങ്ങിയ സപ്തമഹർഷിമാരാൽ പ്രശസ്തിക്കപ്പെട്ട ശക്തിയാണ് താരാദേവി. താര, ഉഗ്രതാര, ത്രിരൂപ, ധരണീരൂപ, സത്യരൂപ, മഹാസാധ്വി, സർവസജ്ജനപാലിക, രമണീയ, രജോരൂപ, ജഗത് സൃഷ്ടികരി, പര, തമോരൂപ, മഹാമായ, ഘോരരൂപ, ഭയാനക, കാലരൂപ, കാളിക, ജഗത് വിധ്വംസകാരിക, തത്വജ്ഞാനപര, ആനന്ദ, അന്നക, രക്താംഗി, രക്തവസ്ത്ര, രക്തമാല, പ്രശോഭിത, ചിത്തലക്ഷ്മി, ബ്രഹ്മാണി, ഭദ്രകാളി, മഹാലയ എന്നിങ്ങനെയുള്ള ദേവിയുടെ 30 നാമങ്ങൾ നിത്യവും ജപിച്ചാൽ ശാന്തിയും സമാധാനവും കൈവരിക്കാം. സർവശക്തയായ താരാദേവിയെ ധ്യാനിച്ച് അതിരത്ന ജ്ഞാനം നേടാം. ശ്രീ താരാ ഗായത്രി മന്ത്രം: ഓം താരായൈ വിദ്മഹേ ഉഗ്രതാരായൈ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇതാണ് നവരാത്രിയുടെ 2ാം ദിവസം നാം പൂജിക്കേണ്ട ദേവി. ഈ ദേവിയുടെ ഗായത്രി മന്ത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു.